അതെ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ നിങ്ങളുടെ ഏറ്റവും അടുത്തിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഒക്കെ നിങ്ങൾ അത് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണോ? എങ്കിൽ അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ പതുക്കെ ഒന്ന് നിർത്തിയേക്കണം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ മാത്രം പ്രശ്നമാണ്. അപ്പം മറ്റുള്ളവർക്ക് അതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. ഇനി നിരന്തരം നമ്മൾ അതിനു വേണ്ടി സമീപിക്കുക എന്ന് വിചാരിക്കും. ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾക്ക് ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പതുക്കെ പതുക്കെ നമ്മളോട് എന്ത് ചെയ്യും, ഒരു മടുപ്പ് തോന്നും. നമ്മളോട് നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ആദ്യം ചെന്ന് എന്ത് ചെയ്യും, ഒന്ന് സമാധാനിപ്പിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സമാധാനിപ്പിക്കും. വീണ്ടും ഇത് തന്നെ എപ്പോഴും ഇവർക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത, ഇവർക്കെന്താ അതായത് നമുക്ക് മറ്റൊരു പ്രശ്നവും അവരുടെ കരച്ചിലൊന്നും നമ്മൾക്ക് ഏൽക്കില്ല. കാരണം ഇത് എന്നും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് അടുത്ത പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് സത്യത്തിൽ ഇഷ്ടമുണ്ടാവില്ല. പതുക്കെ അവരോടുള്ള ഒരു റെസ്പെക്റ്റ് കുറയും, നമ്മൊരു അടുപ്പം കുറയും, നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. അങ്ങനെ തന്നെയാണ് എത്ര അടുത്ത ആൾക്കാരായിക്കോട്ടെ. ഇപ്പം നമുക്ക് കേട്ടിരിക്കുക, അതായത് അവരത് കേട്ടിരിക്കണം. അത്രയും അടുത്തൊരു ബന്ധമാണെങ്കിൽ പോലും ഇറിറ്റേഷൻ വരും. ആ ഫോൺ കോൾ വരുമ്പോൾ അല്ലെങ്കിൽ വിചാരിക്കും, ഇനി അടുത്ത പ്രശ്നം എന്തിട്ടാണാവോ, നെഞ്ചിടിക്കും. അപ്പം അങ്ങനെയുള്ളതിനൊന്നും നിൽക്കണ്ട. നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കാം. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഒളിച്ചോടാതെ നമ്മളെന്ത് ചെയ്യുക, സ്വയം അതിനെന്ത് ചെയ്യുക, ആ കെട്ടിപ്പിടഞ്ഞ് കിടക്കണ പ്രശ്നത്തെ പതുക്കെ 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 ഇങ്ങനെ അഴിച്ചെടുക്കാൻ ശ്രമിക്കുക. തുടക്കം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, സ്ട്രഗിൾ ചെയ്തിട്ട് വരും. ഈ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യും, പലതും നേരിടാനുള്ള സ്ട്രെങ്ത് കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കാര്യങ്ങൾ. കാരണം നമുക്ക് ഓരോ കാലഘട്ടം ഉണ്ട്. അതായത് സ്കൂളിലൊരു 10 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെയുള്ളൊരു വിദ്യാഭ്യാസ കാലഘട്ടം എന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യണ ചില പ്രശ്നങ്ങളുണ്ടാവില്ല. നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ പിച്ചിന്നുള്ളി മാന്തി അവരതങ്ങനെ, ആ ഫ്രണ്ട്സ് അവരൊരു ഗ്യാങ്ങാണ് മറ്റേത് മറിച്ച് അതിങ്ങനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ ചെന്ന് ഇങ്ങനെ പരാതിയൊക്കെ ഇങ്ങനെ പറയില്ലേ. പതുക്കെ എന്ത് ചെയ്യുക, അത് പതുക്കെ നിർത്താം. അത് നിർത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം, കാരണം അതിനെ നമ്മൾ നിർത്താമെന്ന് പറഞ്ഞ് നമുക്കൊരു ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത ഫ്രണ്ട്സിനെ നോക്കണം. അങ്ങനെ ഈ പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ ടഫ്, ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഒരാളുടെ മേത്ത് നമ്മൾ ഭാരം ഇറക്കി വെക്കാൻ പാടില്ല. കാരണം അത്രയും താങ്ങാൻ പറ്റാത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചോദിക്കാം. ഒരുപാട് നമുക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹാരം ചോദിക്കാം, ഒറ്റയ്ക്ക് ഇങ്ങനെ മനസ്സിലായി. പക്ഷേ കുഞ്ഞു എല്ലാ ദിവസവും ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും നമുക്ക് കുഞ്ഞു കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കാം. വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ എന്ത് ചെയ്യുക, പതുക്കെ തന്നെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞ് 20 വയസ്സ് മുതൽ 30 വയസ്സിന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിയിൽ നേടിയതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലേ? ഒരു മാരേജ് ലൈഫൊക്കെ കടക്കണ ഒരു പ്രായമാണ് 20നും 30നും ഇടയിലുള്ള ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടുത്തെ പ്രശ്നങ്ങൾ, എനിക്ക് ഈ ജോലി ഭയങ്കര ഭാരമാണ്, ഇത് വീട്ടിലേക്ക് നമുക്ക് ആ ജോലി ബുദ്ധിമുട്ടുള്ളത് അപ്പം തന്നെ വീട്ടിൽ എൻ്റെ ബോസ് അങ്ങനെ പറഞ്ഞ്, എൻ്റെ അല്ലെങ്കിൽ കൊളീഗ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പ്രശ്നങ്ങൾ അതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യുക, പതുക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു 3 വർഷമെങ്കിലും നമ്മൾ മിനിമം ഒരു ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാലാണ് നമുക്കതിൽ എക്സ്പീരിയൻസ് എന്ന് പറയുള്ളൂ. അത് ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും കേട്ടോ. ചിലർക്ക് 3 വർഷമൊന്നും വേണ്ട. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അതിലത്തെ ഒരു കഴിവ് തെളിയിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, 1 മാസമോ 2 മാസമോ ഒന്നും എടുത്താൽ നമുക്ക് ആ ജോലിയിലെ കഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കയറാൻ, നമുക്കൊരു വേറൊരു കമ്പനിയിൽ പോയിങ്ങാട്ട് പുതിയ കുറച്ചും കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നമ്മൾ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ സ്ട്രെങ്തും കിട്ടും, അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയിലൊക്കെ സ്വയം നമ്മൾ മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കാതെ മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കല്യാണം കഴിഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ വിചാരിക്കുന്ന ഒരു ലൈഫൊന്നും ആയിരിക്കില്ല. പക്ഷെ അതെന്ത് ചെയ്യുക, മിനിറ്റിന് വിളിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സ്വന്തം വീട്ടിലേക്ക്, പെൺകുട്ടികളാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് പറയുക, ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊന്നും വേണ്ട. കുറച്ച് എന്ത് ചെയ്യുക, നമ്മൾ തന്നെ പരിഹാരങ്ങൾ ഉണ്ടാവാൻ ശ്രമിക്കുക.
പരമാവധി എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും സ്വയം ഒന്ന് നേരിട്ടിട്ട് അത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാലുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലേ, നമ്മളുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്തും ചെയ്യാനുള്ളത്. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ എല്ലാ ഭാരവും കൂടി ഒരാളുടെ മേലിറക്കി വെച്ച് ആൾ പറയുന്ന പോലെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ഒത്തിരി ആശ്വാസം കിട്ടി, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര ആശ്വാസം കിട്ടിയെന്നറിയോ എന്ന് പറയാം. അതിലൊന്നും ഒരു അർത്ഥമില്ല. അവർക്ക് സത്യത്തിൽ നമ്മളുടെ പ്രശ്നമൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാലോ നമുക്ക് എന്ത് തന്നെയായാലും നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. പരമാവധി അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ ശ്രമിക്കുക എന്തിനും ഏതിനും എല്ലാ കാര്യത്തിനും. നമ്മളിപ്പോൾ ഒരു കുട്ടി നടക്കുകയാണെന്ന് വിചാരിക്കും, ചെറിയ കുട്ടി ഒറ്റയടിക്ക് എഴുന്നേറ്റ് നടന്ന് ഓടി നടക്കില്ലല്ലോ. ആ കുട്ടികൾ നടക്കണ കാണാത്ത ആളുകളായിട്ട് ആരും ഉണ്ടാവില്ല. പതുക്കെ എഴുന്നേൽക്കും. അപ്പോൾ എന്ത് ചെയ്യും, വീഴാൻ പോവും ഇല്ലേ. അത് വിചാരിച്ച ആ കുട്ടി പേടിച്ചിട്ട് ഒരിക്കലും നടക്കാതിരിക്കലുണ്ടോ? വീണ്ടും എന്താണെന്നുണ്ടെങ്കിൽ അതുമ്മ പിടിച്ചു വെച്ചിട്ട് നമ്മൾ ആരും സഹായിക്കേണ്ട, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ കൈവിട്ട് നോക്കും ഇല്ലേ, പേടിച്ചിട്ടാണെങ്കിലും. അങ്ങനെ അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്ന പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ് പരിഹരിക്കാൻ പറ്റുക. അപ്പം നിങ്ങളെല്ലാവരും സ്വയം ഇന്ന് മുതൽ പരമാവധി നമ്മളുടെ പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. എന്നിട്ട് സ്വയം അതിനുള്ളൊരു സോൾവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നേടിയെടുക്കുക. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം, അതായത് എങ്ങനെ നോക്കിയിട്ടും എനിക്കതിൽ നിന്ന് ആ സ്റ്റെപ്പിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റണില്ലെങ്കിൽ മാത്രം അത് പറഞ്ഞാൽ അതിൻ്റേതായ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമുണ്ടെന്നുള്ള വ്യക്തിയോട് മാത്രം അതിനെക്കുറിച്ച് പറയാം. അല്ലാതെ കണ്ടവരായിട്ടും എല്ലാവരായിട്ടും നമുക്ക് എന്ത് ചെയ്യുക, നമ്മളുടെ ദുഃഖവും ദുരിതവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാർക്കും ഒരു വില ഉണ്ടാവില്ല അല്ലേ. നമ്മൾ എപ്പോഴും നല്ല സന്തോഷമായിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നടക്കുന്ന ആളുകളല്ല എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തവരെ കാണുമ്പോഴേ നമുക്കൊരു ബഹുമാനവും സ്നേഹമൊക്കെ തോന്നാം. അല്ലാതെ ഇങ്ങനെ കരച്ചിലും പിഴിച്ചിലും ദുഃഖവും ദുരിതവും തല്ലും അങ്ങനത്തെ ബഹളമൊക്കെ ആയിട്ട് നടക്കണോ ആരെങ്കിലും ഇഷ്ടമുണ്ടാവുമോ? ആരെങ്കിലും ബഹുമാനിക്കുമോ? ആരെങ്കിലും ഫ്രണ്ട്സ് ആക്കാൻ നോക്കുമോ? അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിനും സ്വയം ഒരു കഴിവ് ആർജിച്ചെടുക്കാൻ ശ്രമിക്കുക. അതെങ്ങനെ വേണം, നമ്മൾ പല കാര്യങ്ങളെയും ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിനുള്ള ശക്തി കിട്ടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുതിരയെ പോലെ മുന്നോട്ട് കുതിച്ച് ചാടാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾക്ക് കേട്ടോ. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല എന്തെങ്കിലും കമൻ്റൊക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ തുടക്കക്കാരിയാണ്, ഇതിൽ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലോ വീഡിയോയുടെ ക്ലാരിറ്റി കുറവോ, കാരണം വലിയ ഇതൊന്നുമില്ല, ടെക്നിക്കൽ പരമായിട്ട് വലിയ അറിവൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ പതുക്കെ അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ വരുത്താൻ നോക്കുക. അപ്പോൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിങ്ങളൊന്ന് കൂടി എന്നൊന്ന് കൂട്ടുകാരാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.